ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ടേ. അപ്പം നമുക്കതിനെ കൊണ്ട് മീൻ അവിയൽ വെക്കാം. എന്ന് വെച്ചാൽ മീൻ പീര എന്ന് പറയും ചിലവർ. അപ്പം നമുക്ക് എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ്. ഇതിലേക്ക് ഉപ്പും ഇതെല്ലാം ഇട്ട് വെക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിനുള്ള അരപ്പിന് വേണ്ടുന്ന സാധനം കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, കുറച്ച് ജീരകം. ഉള്ളി എടുക്കുന്നില്ല ഞാൻ. നമ്മൾ അവിയൽ വെക്കുമ്പോൾ ഉള്ളി ചേർക്കലില്ല. ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർക്കൽ. അതാണ്. അപ്പം ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾ ഇട്ട് കൊടുക്കട്ടെ. മുളക് പൊടി ഇടുന്നില്ല. അവിയൽ വെക്കുമ്പോൾ നമ്മൾ മറ്റുള്ള അവിയൽ വെക്കുമ്പോൾ മുളക് പൊടി ഇടില്ലല്ലോ. അപ്പം അതേപോലെ തന്നെ മുളക് പൊടി ഇടുന്നില്ല. വേണ്ടിക്കൽ കുറച്ചിടാം, ഇടണ്ടെന്നല്ല. അങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഞാൻ ഇടുന്നത് തൈരാണ്. തൈര് ചേർത്തിട്ടാണ് അവിയൽ വെക്കുന്നത്. നമ്മളെ അവിയൽ എന്നാ പറയുക, ബാക്കിയെല്ലാവരും മീൻ പീര എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ട് കുറച്ച് തൈര് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രം, ആവശ്യത്തിന് പുളി രസത്തിന്. അപ്പോൾ ഇതൊന്ന് കൈ കൊണ്ട് എല്ലാം പെരക്കി വെക്കട്ടെ. അപ്പം അതിനൊന്ന് ഉപ്പ് പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് ഈ തേങ്ങേനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരുന്നു. വെള്ളമൊന്നും ചേർക്കാണ്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ഇതിന് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അരച്ച് വരുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് വേവിച്ചെടുക്കാം. ഗ്യാസിൽ വെക്കട്ടെ. അപ്പോൾ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പം നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. ചട്ടിയടക്കം ഒന്ന് ഇളക്കി വെക്കട്ടെ. അപ്പം ഞാനിത് ആ തേങ്ങയെല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ചതുക്കിയിട്ട് കുറച്ച് തൈര് ഒഴിച്ചിപ്പം കണ്ടല്ലോ. അതിന് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. മീനിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരച്ച അരപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിട്ടുള്ളത്. അധികം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മീനെല്ലാം ഇതായിപ്പോവും. അതുകൊണ്ട് അധികം ഇളക്കാൻ പറ്റില്ല. ചെറിയ തോതിലൊന്ന് ചട്ടിയടക്കം ഞാൻ ഇളക്കട്ടെ. നീ എന്താ വൈകിപ്പോയത്? ഈ കറിവേപ്പില എടുത്തുകൊണ്ട് വരട്ടെ. അപ്പം ചട്ടിയടക്കം നമുക്ക് ഇളക്കി വെക്കാം. അപ്പോൾ ഇതാ കറിവേപ്പില നമ്മൾ അവിയലിന് ഇങ്ങനെയാണ് ഇടുക. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇതിന് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ ഒന്ന് തിള വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വാങ്ങാം. അപ്പം നമ്മൾ നത്തോലി മീൻ അവിയൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരു തുള്ളി ഇറ്റിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് വാങ്ങാം. വെളിച്ചെണ്ണ ഇറ്റിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇട്ടിച്ച് ചട്ടിയടക്കം ഒന്ന് ഇളക്കട്ടെ. കണ്ടല്ലോ. അപ്പം ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇതാ കണ്ട.
അപ്പോൾ ഇതാ ഗൈസ്, മീൻ അവിയൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ വെക്കുന്നതായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.